കാട്ടാനയ്ക്കടുത്ത് ചെന്ന് ഫോട്ടോ എടുക്കണമെന്ന് സഞ്ചാരികൾ ആവശ്യപ്പെട്ടപ്പോൾ ഡ്രൈവർ അവരുടെ ആവശ്യം അങ്ങ് അംഗീകരിച്ചു കൊടുത്തു. വാഹനത്തിലെ 22 യാത്രക്കാർ ശരിക്കും മരണത്തെ മുഖാമുഖം കണ്ടു എന്ന് തന്നെ പറയാം. കാർത്തിക മഠത്തിലാണ് നമ്മുടെ കൂടെയുള്ളത്. കാർത്തിക, ദൃശ്യങ്ങൾ കണ്ടാൽ ശരിക്കും നമ്മളിങ്ങനെ ഒന്ന് കണ്ണും വീഴ്ച നോക്കി നോക്കുക, എന്തെങ്കിലും പറ്റിപ്പോയിരുന്നെങ്കിലോ എന്നുള്ളതാണ്. ആ സഞ്ചാരികൾ ആനയുടെ അടുത്ത് ചെല്ലണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ ഡ്രൈവർ കേൾക്കരുതായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ടാണല്ലേ രക്ഷപ്പെട്ടത്. തീർച്ചയായിട്ടും പൂജ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ എൻ്റെ കണ്ണും വീഴ്ച ഞാനിങ്ങനെ നിൽക്കുമായിരുന്നു. കാരണം നമ്മൾ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ ആ ഞെട്ടലും ഭയവും അമ്പരപ്പും ആശങ്കയൊക്കെയാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. ഈ സൗത്ത് ആഫ്രിക്കയിലുള്ള പിലാൻസ്ബർഗ് നാഷണൽ പാർക്കിലുള്ള ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. അതായത് 22 പേരടങ്ങുന്ന ഒരു സഞ്ചാരികളുടെ കൂട്ടം. അവർ സൗത്ത് ആഫ്രിക്കയിലൊക്കെ ഒരുപാട് ടൈപ്പ് ഓഫ് സഫാരീസ് ഉണ്ട്. ടൈഗർ സഫാരി ഉണ്ട്, എലിഫൻറ്റ് സഫാരി ഉണ്ട്. അങ്ങനെ ഒരു സഫാരിയിലാണ് ഈ 22 ആൾക്കാർ ആനയെ കാണാൻ വേണ്ടി, അതും സൗത്ത് ആഫ്രിക്കൻ എലിഫൻ്റ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടു. എന്തൊരു വലുതല്ലേ, നമ്മളെ നാട്ടിലെ ആനകളെ പോലെയല്ല, അതിനേക്കാളും വലുതാണ്. കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും. ഇവരെ കാണണം, ഈ ആനയെ കാണണം എന്ന് പറയുന്നു. ആനയെ കാണുന്ന സമയത്ത് കുറച്ചും കൂടെ അടുത്തേക്ക് ചെന്നാൽ കുറച്ചും കൂടെ നല്ല ഫോട്ടോസ് എടുക്കാം, അവരുടെ കൂടെ സെൽഫി എടുക്കണം എന്ന് പറയുന്നു. ഇയാളത് കേൾക്കുന്നു, ഈ ഡ്രൈവർ അത് കേൾക്കുന്നു, അടുത്തേക്ക് ചെല്ലുന്നു. നമ്മൾ ഈ മൃഗങ്ങളെ കാണുന്ന സമയത്ത് അവരെ കാണുമ്പോൾ കൗതുകമുണ്ടാവും, ഫോട്ടോ എടുക്കും. പക്ഷേ ഒരകലത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള ഫോട്ടോസ് എടുക്കുന്നതും അവരെ കണ്ട് ആസ്വദിക്കുന്നതും രസിക്കുന്നതും ഒക്കെ നല്ലതാണ്. ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ മൃഗങ്ങൾ വയലൻ്റ് ആവും. അതിപ്പോൾ നമ്മുടെ നാട്ടിലായാലും ശരി, കാട്ടിലായാലും ശരി. അതുപോലെ തന്നെ ഇവർ അടുത്തേക്ക് ചെന്ന സമയത്ത്, അത് വളരെ തൊട്ടടുത്താണ്, നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്, വളരെ തൊട്ടടുത്താണ് ആ ട്രക്കും ആ ആനയും നിൽക്കുന്നത്. അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ആന സ്വാഭാവികമായിട്ട് വയലൻ്റ് ആവുന്നു. വയലൻ്റ് ആവുന്നത് മാത്രമല്ല, തൻ്റെ കൊമ്പും ഉപയോഗിച്ച് ആ ട്രക്ക് പൊക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. വല്ലാത്തൊരു സാഹചര്യമായിരിക്കണം, ഒരു സിറ്റുവേഷൻ ആയിരിക്കും അവിടെ ഉണ്ടായിട്ടുണ്ടാകുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 22 ആൾക്കാരും മരണത്തെ മുഖാമുഖം കണ്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷെ അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ട്രക്ക് ഓടിച്ച ഡ്രൈവറുടെ മനസ്സാന്നിധ്യമാണ്. അപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ പേടിച്ച് അവിടുന്ന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുന്നുള്ള കാര്യം എനിക്കെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹം വളരെ കാമായി, പ്രസൻസ് ഓഫ് മൈൻഡോട് കൂടെ ആ ഒരു സിറ്റുവേഷനെ ഡീൽ ചെയ്തു. ആ വീഡിയോയിൽ നമുക്ക് കേൾക്കാൻ പറ്റും. ഇനഫ് എന്ന് പറയുന്നുണ്ട്. ആ ട്രക്കിൽ അടിച്ച് ശബ്ദമുണ്ടാക്കുന്നുണ്ട്. ഈ ആനയുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ആ ഡ്രൈവർ. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ആന പിന്തിരിഞ്ഞു പോയത്.